അപ്പോൾ ഗൈസ് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നമ്മുടെ വീട് പണി തീർക്കും. അതായത് നമ്മുടെ ഇൻറ്റീരിയർ നമ്മൾ വലിയായിട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിപാടിയെല്ലാം തീർക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട പരിപാടി നോക്കാം. ഒരു ട്രേഡർ ഇവൻ്റെ കയ്യിൽ തന്നെ ഉള്ളേ. എടാ നിൻ്റെ കയ്യിൽ തന്നെ ഉള്ളേ. അവൻ ചവറ, അവൻ്റെ പണ്ടേ ചവറേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ എല്ലാം ചവറേ കാണത്തുള്ളൂ. ബൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഇതിങ്ങ് എടുത്തിട്ട് ഞാൻ കുറച്ച് സാൻഡ് ഉരുക്കാൻ വെച്ചിരുന്നു, അതങ്ങ് വേണ്ടി ഇന്ന് ഉരുകട്ടെ. എന്നിട്ട് അത് നമുക്ക് ഗ്ലാസ് ആക്കിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഓട്ടയില്ല, അതങ്ങ് വിൻഡോ ആക്കാൻ പോവാണ്. 2 ഡോറ് ക്രാഫ്റ്റ് ചെയ്ത് അങ്ങ് വെച്ച് നോക്കാം ഗൈസ്. അത് ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലെൻഡ് ആയിട്ടിരിക്കുന്നല്ലേ. ഞാൻ പണ്ടൊരു ഓക്കിൻ്റെ ഒരു ഡോറ് സെറ്റ് ചെയ്യാം, ഇതിപ്പോൾ എടുത്തേക്കാം. അതുകൊണ്ട് ഗൈസ് അവിടെ ഒരു തത്ത, നമുക്കതിനെ ടേൺ ചെയ്യണം. സീഡ് കൊടുത്താൽ പോരെ. ഞാൻ കുറച്ച് സീഡ് ഒപ്പിച്ചിട്ടുണ്ട്, 2 സീഡ് ഞാൻ ഒപ്പിച്ചത്. എൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് 8 സീഡ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 10 സീഡുണ്ട്, നമുക്ക് അതിനൊന്ന് ടേൺ ചെയ്യാം. അപ്പോൾ ഇന്ന് പോലെ തത്ത നമ്മുടെ ഓക്കെ. അപ്പോൾ അതെ തത്ത വന്നിട്ടുണ്ട്. അവൻ ടേമായി ഇല്ലേ. ഡാകുട്ട അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ തത്ത, നമ്മുടെ പെറ്റാണ് മക്കാവു. അപ്പോൾ ഇവനൊരു പേര് നിങ്ങൾ എന്നായാലും പറഞ്ഞോണം കേട്ടോ. ഇവൻ തന്നെ ഒരു പേരിടുന്നത് കമൻറ്റ് ചെയ്യേ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അങ്ങനെ ഞാൻ തത്തയുടെ സൗന്ദര്യമൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് വീട്ടിൻ്റെ അകത്തോട്ടൊന്ന് കയറിയിട്ട് വന്നപ്പോഴത്തേനും ഇത് രാത്രിയായി. ഇന്നപ്പം ഞാൻ മിക്കവാറും കിടന്നുറങ്ങേണ്ടി വരത്തില്ല, ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അയ്യോ ഇവിടെ മൊത്തം സ്കെൽട്ടനാ. ഞാനില്ല, ഞാൻ പോണ്. അയ്യോ ഒറ്റ വെടി. അയ്യോ കാറ്റടിച്ചാൽ 1/2 ലൈഫ് 6ലും കാറ്റടിച്ചാൽ മതി. ഞാൻ ഇപ്പം തൊലയും, ഞാൻ തൊലഞ്ഞ്. അയ്യോ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. അവിടെ ഡ്രൗണിൻ്റെ കുഞ്ഞല്ലേ അവിടെ നിൽക്കുന്നത്, എന്നെ കൊന്നത് അവനാ. അയ്യോ ഞാനില്ല, ഞാൻ നിങ്ങളുടെ അടികൂടാൻ ഇല്ല. ഞാൻ ഒന്നിനും ഇല്ല, ഞാൻ എൻ്റെ അകത്ത് ഇല്ലാത്ത. ഞാൻ ചുമ്മാ എൻ്റെ സാധനം എടുക്കാൻ വന്ന. ഓടിക്കോ, ഓടറാ. എനിക്കാണെങ്കിൽ ഇത് ടെൻഷൻ കയറി. അയ്യോ ഈ ഡ്രൗണിൻ്റെ കുഞ്ഞാണ് എന്നെ എപ്പോഴും വന്ന് കൊല്ലുന്നത്. സാധനം എടുക്കാം. അവിടെ ഒരു സോംബി നിൽപ്പുണ്ട്, സ്പൈഡറും ഉണ്ട്. സാധനം വാ. ഓക്കെ സാധനം എടുത്തിട്ടുണ്ട്. നമ്മുടെ തത്തയാണ് നമ്മളെ പുറകെ നടപ്പുണ്ട്. തത്തയ്ക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. അവന്മാരവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നത്. അയ്യോ അവനവിടെ ടീം മാറി, അവൻ എൻ്റെ എതിരെയായി. ഓടിക്കോ. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കയറി ഇരുന്നാലോ, രാവിലെ ആകുന്ന വരെ അതായിരിക്കും നല്ലത്. പെട്ടെന്ന് കുഴി. അയ്യോ ടെൻഷൻ കാരണം കുഴിക്കാനും പറ്റും. എടാ ഈ കൊച്ചു കുരുപ്പുകളുടെ കാര്യം എന്തി അവൻ ദൈവം വലുതായോ. ഓട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ സ്പീഡും ഇല്ല. ഇതെന്തു ഇത്. കുഴി. അയ്യോ എടാ അടയണ അടുത്ത് വരുന്നടാ. എടാ ഞാൻ ചത്ത്. എടാ 2 എണ്ണം ഉണ്ടായിരുന്നടാ കുഴിക്കകത്ത്. പെട്ടെന്ന് പോ. ഇല്ല എൻ്റെ ആക്സും എല്ലാം അവന്മാരെ ഇരിക്കും, എന്നിട്ട് എന്നെ അടിച്ച് കൊല്ലും. അയ്യോ ഓട്. കുഴിക്കകത്ത് ചാടാം. അയ്യോ ആടി. ചാവ്. തോല. അയ്യോ കേട്ടം തട്ടി എൻ്റെ ഇതിൻ്റെ അകത്തിട്ട്. ഷവലിങ്ങനെ അടിക്കാം. ഷവല്. ചാവ്. അയ്യോ അങ്ങനെ കൊന്നു ഗൈസ്. അങ്ങനെ ഇന്നത്തെ രാത്രി ഞാൻ സർവൈവ് ചെയ്തിരിക്കുന്നു, 1/2 ഹാർട്ടും കൊണ്ട്. അയ്യോ എന്നാ ലൈഫാടെ. നമുക്ക് പകല് കാണാൻ പറ്റുന്നില്ല. ഓക്കെ നമ്മളപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രാവിലെ ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും നമുക്ക് രാവിലെയായി.
നമുക്ക് മുകളിലോട്ട് കയറാം. ഓക്കെ, നമ്മളങ്ങനെ മുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ തത്ത ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ അങ്ങ് മൂടിയേക്കാം. ഓക്കെ, നമ്മളങ്ങനെ അത് മൂടിയിട്ട് ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ അര ഹാർട്ടിൽ നമ്മളങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു. 3 പ്രാവശ്യം ചത്തിട്ടാന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ പരിപാടിയിലോട്ട് നേരെ കിടക്കാം. എന്നാ ചെയ്യാനാ, ബ്ലോക്കൊന്നും കൈ പിടിച്ചോണ്ട് ഞാൻ ഓടാറില്ല. അപ്പോൾ എൻ്റെ സ്റ്റിക്കുമായിട്ടല്ലേ അവനവിടെ നിൽക്കുന്നത്. എൻ്റെ സ്റ്റിക്കുമായിട്ടാണ് അവനവിടെ നിൽക്കുന്നത്. അവൻ പോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ള കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ കോബിൾഡ് സ്റ്റെപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ആക്സ് ഒരു ഡോറും കൂടെ വേണം. ആക്സ് പൊട്ടാറായി. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ഗ്ലാസ്സൊക്കെ ഇവിടെ നാട്ടാം. നമുക്ക് ആദ്യമേ നമ്മുടെ ഗ്ലാസ് വെക്കാം. അതാണ് അതിൻ്റെ ഒരു ഐഡിയ. നമുക്കത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഡോറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൊത്തം ഗ്ലാസും വെച്ച് നമ്മുടെ ഡോറും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് പരിപാടി? നമുക്കിതിൻ്റെ മണ്ട, ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പെട്ടി വീടാണ്. അതാണ് മൈൻക്രാഫ്റ്റിൻ്റെ മെയിനായിട്ടുള്ള പെട്ടി വീട്. അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, ബേസിക് ഹൗസ്. ഓക്കെ, ഇനി അതിൻ്റെ സ്ട്രക്ചർ നമ്മളങ്ങ് മാറ്റാൻ പോവുക. ഇനി നമ്മളിതൊരു നോർമൽ വീട് പോലെ ആക്കാൻ പോവുക. അല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ സ്ട്രക്ചറൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പ് വേണം. നമുക്ക് റൂഫിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അവിടെ തന്നെയാണ്, റൂഫിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ബെഡ്റൂമും നമ്മുടെ സെക്കൻഡ് ഫ്ലോറും എല്ലാം വരുന്നത്. ഫസ്റ്റ് ഫ്ലോർ. അടിയിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ നമ്മുടെ സ്റ്റെപ്പൊക്കെ വെക്കാം. അങ്ങനെ അതും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മുകളിലോട്ട് വരാൻ പറ്റുന്നുണ്ട്. ഇവിടെ അങ്ങ് അടച്ചേക്കാം. ഓക്കെ, ഇവിടെ അങ്ങ് അടച്ചേക്കാം. എനിക്കൊരു സംശയം, റൂഫ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ വീതി കുറവായിരിക്കും. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, മാനേജ് ചെയ്യാം, സമയമുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഒരു പില്ലർ വെക്കാം. അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓക്ക് വുഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്കിവിടെ ഇതങ്ങ് വെച്ചങ്ങ് അടച്ചേക്കാം. ഓക്കെ, ആ സ്ഥലം ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ കൊണ്ട് നമ്മുടെ വീടങ്ങ് ഇമ്പ്രൂവ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോഴെന്തേ പിന്നെയും രാത്രി ആവുന്നുണ്ട്. നമുക്കൊന്ന് പോയി കിടന്നുറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളൊന്ന് വന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. രാവിലെയായി. നമുക്കപ്പോൾ വീണ്ടും നമ്മുടെ പരിപാടി തുടങ്ങാം. രാവിലെ മഴയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാം ഗൈസ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്നു പോയി. അത് ഭയങ്കര പ്രശ്നമായിപ്പോയി. കോബിൾ സ്റ്റോൺ തീർന്നു പോയപ്പോൾ നമ്മൾ നേരെ മൈൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയാണ്. നേരത്തെ നമ്മൾ മൈൻഡ് ചെയ്ത ആ ഒരു ടണലിൽ തന്നെയാണ് നമ്മൾ വീണ്ടും വന്നത്. ഇപ്രാവശ്യം നമ്മൾ നേരെ താഴോട്ടാണ് പോയത്. അപ്പോൾ ഗൈസ്, വെളിയിൽ നല്ല ഇരുട്ടാണ്. നമ്മൾ രാത്രിയായി. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ബെഡിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് നേരെ വീട്ടിൻ്റെ അകത്ത് കയറി നമ്മുടെ ബാക്കി പരിപാടിയിലോട്ടൊക്കെ കിടക്കാം. നമുക്കിനി കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതങ്ങ് ചെയ്യാം. ഇവന്മാരെയൊക്കെ നോക്കിക്കൊണ്ട് നിന്നാൽ പിന്നെ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസത്തെ പോലെ ആവും. ഓക്കെ, നമുക്ക് എന്തായാലും മണ്ടേ പോയി നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. നമ്മൾ ഏകദേശം നമ്മുടെ റൂഫ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 സ്റ്റെപ്പും കൂടെ മതിയായിരുന്നു. അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഈ പണി ചെയ്ത്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ തല ഇവിടെ ഇടിക്കുന്നത്. നമ്മളപ്പം ഇവിടെ ഒരു ചിമ്മിനി അങ്ങ് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ തല ഇവിടെ വല്ലാതെ അങ്ങ് ഇടിക്കും. നമുക്ക് ആ സ്റ്റെപ്പ് വഴി കയറി വരുമ്പോൾ നമ്മുടെ തലയില്ല അങ്ങ് ഇടിക്കുക. നമ്മളപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ ചിമ്മിനി അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന് വീതിയുടെ പ്രശ്നം വരുമെന്ന്. അതുകൊണ്ടാ ഒരുത്തം താഴെ നിന്നുകൊണ്ട് നമ്മൾ അമ്പ് കൂടാനായിട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ആ പഴുതങ്ങ് അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒരു ഓക്ക് പ്ലാങ്ക് വെച്ചേക്കാം. ഓക്ക് പ്ലാങ്കും പോട്ടെ, ജംഗിൾ പ്ലാങ്ക്. നമുക്കങ്ങനെ നമ്മുടെ ചിമ്മിനി ഏകദേശം സെറ്റായി. ഇനി ഇതിനകത്തുനിന്ന് പുക വരാനായിട്ട് നമുക്ക് മറ്റേ ക്യാമ്പ് ഫയർ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെക്കണം. അത് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ ഈ ബ്ലോക്ക് അങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് 2 സൈഡിലൊരു സ്റ്റെപ്പ്. ഇത് നമ്മുടെ ചിമ്മിനിയുടെ ആയിരുന്നു. അത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. ജംഗിൾ പ്ലാങ്ക് വെക്കാം. ഈ പ്ലാങ്ക് ഇവിടെ ഇരിക്കട്ടെ. അല്ലേ വേണ്ട, അത് തന്നെ, ഈ പ്ലാങ്ക് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഗൈസ് നമ്മളെന്തായാലും വെളുപ്പിനെ അപ്പോൾ താഴോട്ട് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെയാണ് പരിപാടി. ഇങ്ങനെ നമ്മൾക്ക് ഇവിടെ മൊത്തം ആൾക്കാർ എന്നെ മൈൻഡില്ല. നമ്മളെന്തായാലും ആ ചെലന്തി അല്ലല്ലോ മറ്റേ എല്ലിനെ അങ്ങ് തീർത്തേക്കാം. അവനെന്തായാലും മറ്റേ സോംബിയെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്ക്സ്. അങ്ങനെ അവനെ കൊന്ന് 2 എല്ലും ഒരു അമ്പും കിട്ടി. ഒരു ചിക്കൻ ഇരിക്കട്ടെ, കഴിക്കാനൊന്നുമില്ല എൻ്റെ കയ്യിൽ. പോ. ആക്സും പൊട്ടി. നമുക്കൊരു ആക്സും അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ചിക്കൻ അങ്ങ് വെച്ചേക്കാം. ഒരാക്സും കൂടെ നമുക്ക് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇതാണ് നമ്മളിപ്പോൾ ചിമ്മിനിയുടെ അവസ്ഥ. കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ കുഴപ്പമില്ല. വീടിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഒരു കുറവ് പോലെ അല്ലേ. നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഒരു 6 സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്താലോ? എന്തോ അവിടെ ഒരു മിസ്റ്റേക്കല്ല, എന്തോ വിട്ടുപോയ പോലെ. ഇവിടെ ആയിട്ട് വെച്ച് നോക്കാം. ഓക്കെ, അത് തന്നെ. അവിടെ എന്തോ ഒരു സിമിട്രിക്കായിട്ട് തോന്നിയില്ല എനിക്ക്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു വീടിൻ്റെ ഡിസൈനായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്തായാലും അത് കുഴപ്പമില്ല, അത് മതി. ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇവിടെ വെക്കണ്ട, ബോറാവും അല്ലേ. ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ വേറെ ട്രൈഡൻറ്റ് ഇല്ല, കിട്ടിയില്ല. ഞാൻ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലെക്ക് വീണ്ടും ആവർത്തിക്കുമെന്ന്. പൊട്ടിച്ചെടുക്കാവോ? അയ്യോ, പിന്നെ ആരാ ഹാർട്ട്? ഞാനത് കയ്യിലോട്ട് കിട്ടുമെന്ന് നോക്കാനായിട്ട് നോക്കിയതാ. അയ്യോ, ഇപ്പോൾ തൊലഞ്ഞേനെ. നന്നായി. ഒരു ക്യാമ്പ് ഫയർ അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. നമ്മുടെ മറ്റേ ആ ചിമ്മിനിക്കകത്ത് വെക്കാനായിട്ട്. ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോകാം. താഴോട്ട് ചാടാം. അയ്യോ നാണക്കേട്. എനിക്കിനി ഇതിലും വലിയ നാണക്കേടില്ല. എന്നാന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ഞാൻ 3 വർഷമായിട്ട് കളിക്കുന്നത്. എന്നിട്ടും ഞാൻ ചാവൂന്ന് അറിഞ്ഞിട്ട് ഞാൻ എടുത്ത് ചാടി. എന്തിന്? എടാ ഞാൻ പറഞ്ഞത് പോലെ നമ്മുടെ സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചിമ്മിനിക്കകത്ത് ഇനി പുകയൊക്കെ വന്നോളും. നമ്മളങ്ങനെ നമ്മുടെ ചെറിയ ചിമ്മിനിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡർട്ടും കൂടെ അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. അപ്പോഴത്തേനും രാത്രിയായി വരുന്നുണ്ട്. നമുക്ക് എന്നാലും പോയി അവസാനമായിട്ടൊന്ന് വെളിയിൽ കിടന്ന് ഉറങ്ങിയേക്കാം. ഇനി നമ്മുടെ മുറിക്കകത്താണ് ഇനി കിടക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രാഫ്റ്റബിൾ ഫർണസ് ബെഡ് എല്ലാം നമുക്ക് പൊട്ടിക്കാം. ചെസ്റ്റ് ഇടുന്നോട്ട് ഞാൻ പിന്നെ എടുത്ത് വെച്ചോളാം. അതിൽ നിറച്ച സാധനങ്ങളാണ്. നമ്മുടെ ഇൻവെൻട്രിയിലാണ് സ്പേസും ഇല്ല. അതുകൊണ്ട് പിന്നെ വെറുതെ ഇവനെയും കൂടെ എടുത്ത് അകത്തോട്ട് വെച്ചേക്കാം. എന്താ പാടാ, പിന്നെ തോളത്ത് കയറത്തില്ല. കയറി അകത്ത് കയറാം. നമുക്ക് സാധനം ഇവിടെ ആദ്യമേ ബെഡ് വെക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ സാധനമല്ലേ നമുക്ക് താഴെ വെക്കാം. ഓക്കെ, റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദൈവം തോളത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബെഡ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇവിടായിട്ട് ഇപ്പുറത്തെ സൈഡ് എവിടായിട്ട് വെക്കും? ഇവനൊന്ന് ഇറങ്ങുമായിരുന്നെങ്കിൽ. ഞാൻ അങ്ങനെ വെള്ളത്തിലൊന്ന് വന്നു. നമ്മുടെ തത്ത എങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ചാടി. ഇനി ഞാൻ വരത്തില്ലേ? വാടാ മറന്നുപോയി. പോയോ? ഇതാരേ വരുന്നേ? വാ കയറി ബാ. അവിടെ ഇരുന്നു സിറ്റ്. കൊള്ളാം. അവിടോട്ട് മാറിയിരുന്നു. ഈ തത്ത എങ്ങനെ ഇറക്കുന്നതെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. എനിക്കത് അറിയത്തില്ല. തത്ത നമ്മുടെ തലയിൽ കയറിയാൽ പിന്നെ എങ്ങനെ ഇറങ്ങുന്നേ? ഓക്കെ, നമുക്കിനി ഇനി ഒരു ചെസ്റ്റും കൂടെ വെച്ചാൽ പോരാ. വെളിയിരിക്കും. നമുക്ക് എന്തായാലും ആ ചെസ്റ്റ് പിന്നെ എടുത്തുകൊണ്ട് വെക്കാം. മറന്നുപോയി, 2 പ്രഷർ പ്ലേറ്റും കൂടെ വേണം. അതും കൂടെ ഇങ്ങോട്ട് വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ എനിക്ക് എന്തോ ഒരു വ്യത്യാസം പോലെ, അതായത് ഒരു ചേർച്ചയില്ലായ്മ. ഞാൻ കൊണ്ട് ഈ സ്ലാബും കൂടി ഇങ്ങോട്ടങ്ങ് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ വീടിനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻറ്റീരിയറും
എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കും എല്ലാം നമുക്ക് നാളെ ചെയ്യാം. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ബൈ ഗൈസ്.